എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിശദമാക്കുന്നു പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കാദമിക് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ അശ്വിൻ വിഷ്ണു CR. അടുത്തതായി നമുക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിനെ പറ്റി സംസാരിക്കാം. മാർക്ക് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ 40 ക്വസ്റ്റ്യൻ 40 മാർക്കും, എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്കും, എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്കുമാണ് തന്നിരിക്കുന്നത്. ഇനി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് മാത്രം 40 മാർക്കിനുള്ളത് 5 മൊഡ്യൂളുകളായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 2 കാൽക്കുലസും മൊഡ്യൂൾ 4 പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സും 12 മാർക്കിന് വീതമാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത് ഈ 2 മൊഡ്യൂളിന് വീതമാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം, മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാം ഇതേ സിലബസിൽ നടന്നിട്ടുള്ളത് നമുക്കറിയാലോ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിനേഷനാണ്. അതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫിസിക്സിനെയും കെമിസ്ട്രിയേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ചോദിച്ചിട്ടുള്ളത്. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ എന്ന് പറയാം. എന്നാൽ തന്നെയും അതിൽ കാൽക്കുലസിൻ്റെ പാർട്ടിൽ നിന്ന് കുറച്ചൊരു ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കയറി വന്നിരുന്നു. ഇനി ഓരോ മൊഡ്യൂളുകളിലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 8 മാർക്കിൻ്റെ ലീനിയർ ആൾജിബ്രയാണ്. കമ്പാരിറ്റീവ്ലി ഇത് ബാക്കിയുള്ള മൊഡ്യൂളുകളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിലേക്ക് നോക്കുന്ന സമയത്ത് മെട്രിക്സ്, ആൾജിബ്ര, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പലതും വന്നിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റം, എയ്ഗൻ വാല്യൂസ്, എയ്ഗൻ വെക്ടേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ അറിയാലോ. അത് ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. 8 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നിരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു വെയിറ്റേജ് അത്യാവശ്യം കൂടുതലുള്ളതാണ്. 12 മാർക്കിൻ്റെ കാൽക്കുലസ്, ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ, ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ. ഞാൻ പറയുകയാണെങ്കിൽ മൊഡ്യൂൾ 3 ആണ് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം ടഫായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു മൊഡ്യൂളായിട്ട് ഞാൻ കാണുന്നത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. 4 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഓർഡർ ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഇക്വേഷൻസ്, സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻറ്റ്, ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ളതിൻ്റെത്, ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി വാല്യൂസ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത്യാവശ്യം ഒരു ടഫായിട്ടുള്ളൊരു പോർഷനാണ്. പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ ഈ പോർഷൻസിലോട്ടേക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഈ പോർഷൻസിൽ വരുന്ന മാർക്ക് നമുക്ക് വ്യക്തമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള മറ്റൊരു മൊഡ്യൂളാണ് വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ള സെക്കൻഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും. ആ ഫോർത്ത് മൊഡ്യൂൾ 12 മാർക്ക് വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ്. അതിന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ +2 വരെ കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. ബാക്കി നമ്മൾ എഞ്ചിനീയറിങ്ങിന് ചേർന്ന സമയത്തും അവിടെയും പഠിച്ചിട്ടുള്ളതാണ്. ഇതൊരു ന്യൂമറിക്കൽ പാർട്ടിനേക്കാളുപരി കുറച്ചുകൂടി നമ്മുടെ ഒരു കോമൺ സെൻസിൻ്റെ കാര്യങ്ങൾ ഒന്ന് തിങ്ക് ചെയ്ത് ചെയ്യേണ്ടതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരാവുന്നതാണ്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂളായിട്ട് നോക്കുന്ന സമയത്ത് 4 മാർക്കിൻ്റെ വെയിറ്റേജിലാണ് തന്നിരിക്കുന്നത്. ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്നാണ് മൊഡ്യൂളിൻ്റെ പേര് തന്നിരിക്കുന്നത്. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്, റഗുറാ-ഫാൽസി മെത്തേഡ്, ഇൻ്റർപോളേഷൻ, ഫൈനൈറ്റ് ഡിഫറൻസ്, ന്യൂട്ടൺ ആൻഡ് ഫോർവേഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡ്, ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. നമ്മുടെ പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള ഈ സെയിം സിലബസിൻ്റെ എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലൊന്ന് പറയുകയാണെങ്കിൽ കാൽക്കുലസിൻ്റെ പാർട്ടിൽ നിന്നും മൊഡ്യൂൾ 5 ആയുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സിൽ നിന്നും കുറച്ചൊരു കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് വന്നെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ 40 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്ന ഒരു സെക്ഷനാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്സിനേക്കാളും കെമിസ്ട്രിയേക്കാളും ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയും വെയിറ്റേജ് ഇട്ട് പഠിക്കുകയും കൂടി ചെയ്യേണ്ട ഒരു സെക്ഷനാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കായി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കിയത് കരിയർ വിദഗ്ധൻ അശ്വിൻ വിഷ്ണു CR. ഈ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വിഭാഗത്തിലെ കൂടുതൽ മുൻകാല ചോദ്യങ്ങൾ അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.